വെൽക്കം ടു മൈ ചാനൽ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ഇന്ന് നോമ്പിൻ്റെ 3-ാം ദിവസം. നോമ്പ് കാലം എന്നത് വെറും ഉപവാസമല്ല, അത് ഹൃദയപരമാർത്ഥതയുടെ കാലം കൂടിയാണ്. ആദിമസഭയുടെ വളർച്ചയുടെ കാലത്ത് നടന്ന ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. എല്ലാവരും തങ്ങൾക്കുള്ളത് വിറ്റ് ദരിദ്രർക്കായി പങ്കുവെച്ചപ്പോൾ അനന്യാസും ഭാര്യ സഫീറയും ഒരു തീരുമാനമെടുത്തു. അവർ തങ്ങളുടെ നിലം വിറ്റു, പക്ഷേ കിട്ടിയ തുകയുടെ ഒരു ഭാഗം രഹസ്യമായി മാറ്റിവെച്ചു. ബാക്കി തുക അപ്പോസ്തലന്മാരുടെ പക്കൽ സമർപ്പിച്ചു. അത് മുഴുവൻ തുകയാണെന്ന് അവർ അവകാശപ്പെടുകയും ചെയ്തു. എന്നിട്ടെന്തുണ്ടായി? പത്രോസ് അപ്പോസ്തലൻ അനന്യാസിനോട് ചോദിച്ച ചോദ്യം ഇന്നും വളരെയധികം പ്രസക്തമാണ്. അനന്യാസെ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാൻ സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത് എന്തുകൊണ്ട്? സത്യത്തിൽ അവർ സ്വന്തം വസ്തു വിറ്റ പണം അവരുടെ അധികാരത്തിൽ തന്നെയായിരുന്നു. അത് മുഴുവൻ നൽകണമെന്ന് ആരും നിർബന്ധിച്ചിരുന്നില്ല. പക്ഷേ ത്യാഗികൾ എന്ന പേര് സമ്പാദിക്കാനായി അവർ ദൈവത്തോട് കളവ് പറഞ്ഞു. പത്രോസ് ഓർമ്മിപ്പിച്ചു, നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല, ദൈവത്തോടാണ്. ഈ വാക്കുകൾ കേട്ട നിമിഷം അനന്യാസ് മരിച്ചു വീണു. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞ് നടന്നതൊന്നും അറിയാതെ സഫീറ അവിടെ എത്തി. പത്രോസ് അവളോടും അതേ ചോദ്യം ആവർത്തിച്ചു. ഇത്ര രൂപയ്ക്കാണോ നിങ്ങൾ നിലമിറ്റത്? തെറ്റ് തിരുത്താൻ അവൾക്കൊരവസരം ലഭിച്ചതാണ്. പക്ഷേ അവളും കള്ളം ആവർത്തിച്ചു. ഭർത്താവിനോടൊപ്പം ചേർന്ന് കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ മുതിർന്ന അവളും ആ നിമിഷം ജീവൻ വെടിഞ്ഞു. ഈ സംഭവം സഭയിലാകെ വലിയ ഭയത്തിന് കാരണമായി. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ആത്മീയത മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു ഷോ മാത്രമാണോ? ദൈവത്തിന് മുമ്പിൽ നാം സത്യസന്ധരാണോ? അതോ ആത്മീയതയുടെ മുഖംമൂടി അണിഞ്ഞ് വഞ്ചന ഒളിപ്പിച്ചു വെക്കുന്നവരാണോ? ദൈവം നമ്മുടെ കീശയിലേക്കല്ല, ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്ന് വേണം ഓർക്കാൻ. പകുതി ഹൃദയത്തോടെയുള്ള സമർപ്പണത്തെക്കാൾ എത്രയോ നല്ലതാണ് പൂർണ്ണ സത്യസന്ധതയോടെയുള്ള ചെറിയ കാര്യങ്ങളെ പോലും ദൈവത്തിന് സമർപ്പിച്ച് ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നത്. ഈ നോമ്പുകാലത്തെങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ശുദ്ധീകരിക്കാം. മറ്റെല്ലാ പാപങ്ങളും വിട്ട് നമുക്ക് പൂർണ്ണമായി നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കീശയിലേക്കല്ല ദൈവം നോക്കുന്നത്. നമ്മൾ എത്ര പെരുന്നാൾ നടത്തി, എത്ര സമ്പാദ്യം പള്ളിക്ക് കൊടുത്തു, അതെല്ലാം ആവശ്യമാണ്. പക്ഷേ വിശ്വാസം